നമസ്കാരം. ഞാൻ തള്ളു തങ്കപ്പൻ. ഞാനിന്ന് പറയാൻ പോണത് ഒരു കിളവിയുടെയും കിളവന്റെ ഒരു ആനയുടെയും കഥയാണ്. ഞാൻ പൊടുതായിരുന്നപ്പോ എൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. ഒരിടത്ത് ഒരു കിളവിയും കിളവനും ഉണ്ടായിരുന്നു. അവർ ചോറ് വയ്ക്കാനും കുളിക്കാനും കുടിക്കാനും വെള്ളം എടുക്കാൻ പോണത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തുനിന്നാണ്. അങ്ങനെ ഈ കുളത്തുനിന്ന് രണ്ടും കൂടെ വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ആകെ പടാവും. എല്ലാ ദിവസവും രാവിലെ ഇവരുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു ആന ഈ കുളത്തിൽ കുളിക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം ഈ കിളവനും കിളവിയും വെള്ളം എടുക്കാൻ കുളത്തിൽ പോയപ്പോ ദാണ്ട് നിൽക്കുന്ന ആന. അപ്പൊ കിളവി എന്ന ആനയെടുത്ത് പറഞ്ഞ്, അപ്പീ, എനിക്കും കിളവനും വയ്യ, നീ കുളിച്ചിട്ട് വരുമ്പോ ഈ വെള്ളം ഇത്തിരി എടുത്തോണ്ട് വീട്ടിൽ തരുവോ? ഞങ്ങൾ ഒരു കുട്ട നിറയെ അപ്പം നിനക്കുണ്ടാക്കി തരാം. ഇത് കേട്ടപ്പോ ആന ഹാപ്പി, അവൻ സമ്മതിച്ചു. അങ്ങനെ കിളവനും കിളവിയും നേരെ വീട്ടിൽ വന്നു. അവർ ഒരു കുട്ട നിറയെ അപ്പമൊക്കെ ഉണ്ടാക്കി ഇവനെയും കാത്തിരുന്നു. ആന കുളിച്ചിട്ട് തുമ്പിക്കൈയിൽ ഈ വെള്ളം എടുത്തുകൊണ്ട് നേരെ ഇവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു കൊടുത്തു. അപ്പോൾ കിളവനും കിളവിയും കുട്ടയും അപ്പം എടുത്ത് ആനയ്ക്ക് കൊടുത്തു. ആനയ്ക്ക് ഇതെന്തിരാവാൻ? ആന ഇതെല്ലാം കൂടെ ഒരു ചുരുട്ടി ചുരുട്ടി ഒരൊറ്റ ഇടക്കം, ഒറ്റ പോക്ക്. ഇതിങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ആയപ്പോൾ കിളവൻ കിളവി എടുത്ത് പറഞ്ഞ്, എടിയേ, എനിക്കിത്തിരി നെയ്യപ്പം തിന്നാൻ കൊതി. എന്തിരെന്ന്? നെയ്യപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്ന് മാത്രം വിറക് വേണമെന്നറിയാമോ? നിങ്ങൾ ഇവിടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിന് നമ്മുടെ ആനമോനില്ലേടി. ആ, ആനമോനുണ്ടല്ലേ, അവന്റെ അടുത്ത് പറയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആന അവിടെ വന്നു. ആ, വെള്ളം എടുക്കാനുള്ള കുട ഇങ്ങോട്ട് അടിക്കി. അപ്പോഴി കിളവനും കിളവിയും പുറത്തു വന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്തിരി നെയ്യപ്പം തിന്നാൻ കൊതി. നീ ആ കാട്ടിൽ പോയി ഇത്തിരി വിറകെടുത്തോണ്ട് വരുവോ? ഒരു കൊട്ട നിറയെ നിനക്ക് നെയ്യപ്പം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഇത് കേട്ടത് ആനയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി, ഞാൻ ദാ വരുന്നു. അങ്ങനെ ആന നേരെ കാട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഉണങ്ങിയ മരങ്ങളെല്ലാം കൂടെ വലിച്ചു വെച്ച് താഴെ ഇട്ട്. അതിനിടയിൽ കുറെ എറുമ്പ് ആനയുടെ അവിടെ ഇവിടെ എല്ലാം കൂടെ ഇട്ട് കടിച്ചു കയറ്റി കൊടുത്ത്. ഉറുമ്പുത്തിരി പോലെ ഉണ്ടെങ്കിൽ എന്ത്, എല്ലാം കൂടെ കടിച്ച് ആനയെ ഏറിൽ നിർത്തി. ആന ഈ വിറകെല്ലാം കൂടെ ചുരുട്ടി എടുത്തുകൊണ്ട് വാടി രക്ഷപ്പെട്ട് നേരെ കിളവന്റെയും കിളവിയുടെ അടുത്ത് വന്നു. എന്നിട്ട് കിളവിയുടെ അടുത്തും കിളവന്റെ അടുത്തും പറഞ്ഞ്, ഞാൻ കുളിച്ചിട്ട് ദാ വരുന്നു, നിങ്ങൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കും. അങ്ങനെ നേരെ ആന കുളിക്കാൻ പോയി. കിളവനും കിളവിയും നെയ്യപ്പവും ഉണ്ടാക്കാൻ തുടങ്ങി. കിളവൻ മാവ് കുഴച്ച് ഉരുട്ടി കൊടുക്കും, കിളവി നെയ്യപ്പം ചുട്ടെടുക്കും. കിളവൻ മാവ് കുഴച്ച് ഉരുട്ടി കൊടുക്കും, കിളവി നെയ്യപ്പം ചുട്ടെടുക്കും. അങ്ങനെ ചുട്ട് ചുട്ട് 50 നെയ്യപ്പം ചുട്ട്. അതിനുശേഷം കിളവൻ പറഞ്ഞ്, എടിയേ, 40 ആനയ്ക്ക് വെച്ചിട്ട് 5-5 വെച്ച് നമുക്ക് അങ്ങ് തിന്നാം. അങ്ങനെ രണ്ടുപേരും കൂടെ ആനയ്ക്ക് 40 വെച്ചിട്ട് 5-5 വെച്ച് അങ്ങ് തട്ടി. 5-5 വെച്ച് തട്ടി കഴിഞ്ഞപ്പോൾ 2 ടേസ്റ്റ് കയറി. അപ്പൊ കിളവി പറഞ്ഞ്, കേക്കി, അതൊന്ന് ഓരോന്നൂടെ ഇങ്ങ് അടിക്കി. പൊടി അങ്ങോട്ട്, ഇത് ആനയ്ക്കുള്ളതല്ലേ. ഓ, ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ മാന അങ്ങ് ഇടിഞ്ഞു വീഴുവോ? ഇങ്ങോട്ട് അടിക്കി. അങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് 2 തട്ടി. അങ്ങനെ വീണ്ടും ടേസ്റ്റ് കയറി. വീണ്ടും ഓരോന്നെടുത്ത്, വീണ്ടും ഓരോന്നെടുത്ത്. അങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം ആനയ്ക്ക് വെച്ചിരുന്ന 40 ഈ 2 കൂടെ കാലിയാക്കി. എല്ലാം കൂടെ തിന്നു തീർന്നപ്പോഴാണ് 2 ബോധം വന്നത്. ആനയ്ക്കുള്ളത് എവിടെ? അപ്പൊ കിളവൻ പറഞ്ഞു, നീയാണ് എല്ലാത്തിനും കാരണം. അവ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും കൂടെ ചവിട്ടി ചമ്മന്തിയാക്കും. അപ്പൊ കിളവി പറഞ്ഞു, രക്ഷപ്പെടാനുള്ള വഴി പറയി. കിളവൻ പറഞ്ഞു, നമുക്ക് രണ്ടുപേർ കൂടെ തട്ടിന്റെ മുകളിൽ കയറിയിരിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ വലിഞ്ഞു കയറി തട്ടിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആന കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ വന്നു. വാതിൽ നിന്ന് കാലെടുത്ത് അകത്ത് വെച്ച്, അമ്മച്ചി, ആരെയും കാണാനില്ല. അപ്പൂപ്പ, ആരെയും കാണാനില്ല. അപ്പൊ ആന വിചാരിച്ച്, എനിക്കുള്ള നെയ്യപ്പം ചുട്ട് വെച്ചിട്ട് അവരെവിടെയെങ്കിലും കറങ്ങാൻ പോയിക്കാണ്. ആന വീട്ടിനകത്ത് കയറി എല്ലാം അരിച്ചു പറക്കി. ഒരിടത്തും നെയ്യപ്പം ഇല്ല. അവിടെ നെയ്യപ്പത്തിന്റെ പൊടികളെല്ലാം കിടപ്പുണ്ട്, നല്ല മണവുമുണ്ട്. അപ്പ ആനയ്ക്ക് മനസ്സിലായി, ഉള്ള ജോലിയെല്ലാം എന്നെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചിട്ട് കിളവനും കിളവിയും എന്നെ തേച്ചതാണ്. അത് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വേറൊരു സംഭവം തട്ടിന്റെ മുകളിൽ നടന്നത്. ഈ നെയ്യപ്പം എല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് കിളവിയുടെ വയറ്റിൽ ഗ്യാസ് കയറി. കിളവിക്കാണെങ്കിൽ വളി മുട്ടി വയ്യ. ആന കേൾക്കാനും പാടില്ല. കിളവി സൈഡിൽ ഇരുന്നിട്ട് അമ്മയ്ക്ക് വെച്ചോണ്ട് ഒരു വളി ഇട്ട്. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വളി, ഇങ്ങോട്ട് അമ്മയ്ക്ക് വെച്ചിട്ട് ഒരു വിടക്കം. അങ്ങനെ കിളവി വളിയോട് വളി, പറ വളി. കുറച്ച് കഴിഞ്ഞപ്പോ നാറ്റം സഹിച്ച് കിളവൻ കിറുങ്ങിപ്പോയി. അപ്പൊ ഈ കിളവൻ വിചാരിച്ച്, ഈ വിഷവായു ശ്വസിച്ച് ഞാൻ ചാവുന്നതിനേക്കാളും ആന ചവിട്ടി കൊല്ലുന്നതാണ് നല്ലത്. കിളവൻ തട്ടിന്റെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം നേരെ ആനയുടെ മുമ്പിൽ.
ആന തുമ്പി കൈ വെച്ച് കിളവനെ ചുരുട്ടിയെടുത്തിട്ട്, പരട്ട് കിളവ, എന്നെ തേക്കാൻ നോക്കിയല്ലേ. അപ്പൊ കിളവൻ പറഞ്ഞ്, അയ്യോ അപ്പി, എന്നെ കൊല്ലല്ലേ, ഞാനല്ല, അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. നിനക്ക് വച്ചിരുന്ന എല്ലാം കൂടെ ഞങ്ങൾ രണ്ടുപേരും അകത്താക്കി. എവിടെയാ പരട്ട് കിളവി? ദ്വാണ്ട് അവള് മുകളിലിരിക്കുന്നു. ആന തുമ്പി കൈ വെച്ച് കിളവിയെ വലിച്ച് താഴെയിട്ട്, രണ്ടിനും കൂടെ കൂട്ടിയിട്ടിട്ട് കാല് പോക്കി ഒരൊറ്റ ചവിട്ട്. പാണ്ടി ലോറി കയറി ഇറങ്ങിയ നാരങ്ങ പോലെ രണ്ടും പടം. ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിക്കാനുണ്ട്. ആഗ്രഹം നല്ലതാണ്, പക്ഷെ ആർത്തി പാടില്ല.